ഹായ് ഗൈസ്, വന്ന് കോക്രോച്ചിനൊക്കെ എന്തായി ഒരു പാർട്ടിയായില്ലേ. അപ്പൊ ഇന്നത്തെ ട്രെൻഡാണ് കോക്രോച്ച് ജനതാ പാർട്ടി. നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുത്താൽ നോക്കിയാൽ അറിയാം കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ. ആക്ച്വലി ഇത് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് പറഞ്ഞ ആള് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അൺഎംപ്ലോയ്ഡ് യൂത്ത് ആസ് കോക്രോച്ചസ്. അതിനെ തുടർന്നാണ് നമ്മൾ കോക്രോച്ച് ജനതാ പാർട്ടി രൂപം കൊണ്ടത്. പക്ഷെ ആക്ച്വലി അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മിസ്കോട്ടഡ് ആണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് അതായത് മിസ്യൂസ് ചെയ്യുന്നത്, അതായത് സർട്ടിഫിക്കറ്റ്, ഫേക്ക് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കാറ്റഗറിനെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പിന്നീട് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ചെയ്തു. എന്നാലും അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് നമ്മുടെ എന്തുണ്ടായി, കോക്രോച്ച് ജനതാ പാർട്ടി അൺഎംപ്ലോയ്ഡ് യൂത്ത് ആസ് കോക്രോച്ച് എന്നുള്ള രീതിയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഒന്ന് അഭിജിത്ത് ദീപക് പറഞ്ഞൊരു അദ്ദേഹം എന്ത് ചെയ്തു, അതിനൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുറന്നിട്ടുണ്ട്. അതിൽ ഇപ്പോഴത്തെ ഫോളോവേഴ്സ് 9.9 മില്യൺ ആണ്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 9.9 മില്യൺ ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റാഗ്രാം പേജിനുള്ളത്. പക്ഷെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം കൊണ്ട് ഈ ഫോളോവേഴ്സ് എത്ര പോകുമെന്ന് അറിയത്തില്ല. അപ്പൊ ഈ ട്രെൻഡ് എങ്ങോട്ടാ പോകുന്നത്? പിന്നെ അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്യാത്ത ഒരു പാർട്ടിയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. അപ്പൊ ഈ ട്രെൻഡ് എങ്ങോട്ടാ പോകുന്നത്, ഈ ഫോളോവേഴ്സ് എങ്ങോട്ട് പോകുന്ന ഒരു ഐഡിയ ഇല്ല. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ.